ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാരോ റീഡറിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് പറയുക? ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുക, നിങ്ങളെന്താണെന്നോ, നിങ്ങളുടെ എനർജി എന്താണെന്നോ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നോ, അങ്ങനെയുള്ള എന്താ വരുന്നത്. ഓക്കെ, ഞാൻ എന്നതാണെന്നൊന്നും പറയുന്നില്ല. എന്ത് വരുന്നോ അതെല്ലാം നമുക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. എസ്പെഷ്യലി നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് 3 പൈൽസായിട്ട് ചൂസ് ചെയ്യാം. സോ പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽസ് ചൂസ് ചെയ്യാം. ഇത് മെത്തിസ്റ്റ് ക്രിസ്റ്റലാണ്. ഇത് സിട്രീനാണ്, റോസ് കോഡ്സ് ആണ്. ഇതിൻ്റെ കളർ വെച്ചിട്ടോ എന്തെങ്കിലും അട്രാക്ഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൾറൈറ്റ്, നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഹായ് പൈൽ 1, നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച്. ഒരു ടാരോ റീഡറിൻ്റെ അടുത്ത് ആരെങ്കിലും റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയാമെന്ന്. ഓക്കെ, അമത്തിസ്റ്റ്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫെയർനെസ്. The situation will be handled in fair and just manner. Wow. ഓക്കെ, ഈ കാർഡ് കിട്ടുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാനും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാനും ഉള്ളൊരു കഴിവുണ്ട്. ഓക്കെ, എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് അഭിപ്രായം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ 2 പേര് ഒരു കാര്യം വന്ന് പറയുകയാണെങ്കിൽ ഒരാൾ പറയുന്ന മാത്രം കേട്ടിട്ട് ഒരു ഡിസിഷൻ പറയുന്നതിനേക്കാളും 2 പേരുടെയും കാര്യം മനസ്സിലാക്കി, അവർക്ക് 2 പേർക്കും പറയാനുള്ള എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കും. ഒരു എന്താ പറയുക, അങ്ങനെ ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ക്ലിയർ കട്ടായിട്ട് കർമ്മ, അല്ലെങ്കിൽ എന്താ പറയുക, കർമ്മത്തിനെക്കുറിച്ചും നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ എല്ലാത്തിനെക്കുറിച്ചും ഒരു കൃത്യമായ ഗ്രാഹ്യമുള്ള ഒരു ആളുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നോക്കാം, പിന്നെ നോക്കാം എന്താണ് നമുക്ക് വരുന്നത്. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് പൈൽ 1 ചൂസ് ചെയ്തിരിക്കുന്നവരെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ടാരോ റീഡിങ് നടത്തിയാൽ അവരെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയാനുള്ളത്. കാരണം ലോജിക്കൽ മൈൻഡഡ് ആണ്. ഓക്കെ, നിങ്ങളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് മാത്രം ചെയ്യുന്ന ഒരാളായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാത്തിനെക്കുറിച്ചും എന്താ പറയുക, നമ്മൾ പറയില്ലേ, എല്ലാത്തിനെക്കുറിച്ചും എന്തൊക്കെയോ അറിവുള്ള ഒരാളാണ് എന്ന് തന്നെയായിരിക്കും എല്ലാവരും പൊതുവിലെ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, എന്താ പറയുക, എനിക്കിവിടെ നിങ്ങളുടെ ഹെയർ അത്യാവശ്യം സ്ട്രെയിറ്റ് ഹെയർ ആണ്, കുറച്ച് ലോങ് ഹെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ടോയെന്ന്. എനിക്കൊരു ടാറ്റു ഇതിനകത്ത്, ഈ കാർഡിനകത്ത് ടാറ്റു ഇല്ല, പക്ഷേ എനിക്കൊരു ടാറ്റു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, എന്തിനെക്കുറിച്ചും അഭിപ്രായം ഉണ്ടാകുമെന്ന് മാത്രമല്ല കൃത്യമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുക, അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ, എന്തെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഗ്രൂപ്പിൽ ഒരാൾ കാണും. അവർക്ക് എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളതെല്ലാം കേട്ട് അതിനെക്കുറിച്ചുള്ള ഇപ്പം ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചാണെങ്കിലും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എടുക്കണോ, ഈ ജോബിന് പോകണോ വേണ്ടേ എന്നൊക്കെ ആണെങ്കിൽ ഇവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സൈഡും പറഞ്ഞിട്ട് പോയാൽ ഇങ്ങനെയൊക്കെയാണ്, പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അതുമാത്രമല്ല, അവർ പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ, നമുക്ക് പലർക്കും പറ്റാത്തൊരു കാര്യം ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഡിസിഷൻ എടുക്കാൻ സഹായിക്കാൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത്. 3 കപ്സ്, ഒരു ഗ്യാങ്ങിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ എപ്പോഴും സെലിബ്രേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, സെലിബ്രേഷനിൽ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ, ഒരു എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ പറയില്ലേ അട്രാക്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ടാറ്റു എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ കാലില്ലായിരുന്നു ഡെഫിനറ്റ്ലി ടാറ്റുവിൻ്റെ ഒന്നും. പക്ഷേ ഇതിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇതിൽ ടാറ്റു, ഒരു സെക്കൻഡ്, എനിക്കറിയില്ല ഇതെന്താ ഫോക്കസ് ചെയ്ത്. യെസ്, ഇതാണ്ടേ
ഇതിനകത്ത് ടാറ്റു ഉണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഈ കാർഡ് എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ടാറ്റുവിൻ്റെ എനർജി എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ കാണുന്ന പൈൽ 1 ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. 7 of Cups. ഓക്കെ, എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുണ്ട് അതിൽ തന്നെ പിടിച്ച് നിൽക്കും, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. മനസ്സിലായ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും മൂവ് ഓൺ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പക്ഷേ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ വന്നാലും വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ വന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ തന്നെയാണ് അവർ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് ആ വഴി കൂടെ എസ്കേപ്പ് അടിക്കാനാണെങ്കിൽ എസ്കേപ്പ് അടിച്ച് അങ്ങ് പോവും. എന്തെങ്കിലും ലാഡർ കയറേണ്ടത്, എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ 555 നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാനിപ്പോൾ നിങ്ങളുടെ റീഡിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട നമ്പറാണ് 555. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും, അതായത് എവിടെ നിന്നും ഒരു എസ്കേപ്പ് വേണമെങ്കിൽ എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇമോഷൻസിൽ പെട്ട് കിടക്കുന്ന ആളല്ല നിങ്ങൾ. എന്തായാലും ആ ഇമോഷൻസിൽ നിന്ന് മാറി മൂവ് ഓൺ ചെയ്യേണ്ട സമയത്ത് മൂവ് ഓൺ ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ആളായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാർഡ്സ് വൈസ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് സ്ലോ ആണ് നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, കുറച്ച് സ്ലോ ആണ്, പക്ഷേ സ്റ്റഡി ആയിരിക്കും. ഇപ്പോൾ പറയില്ലേ, ചിലർക്ക് ഈ ആദ്യമേ ചെല്ലുമ്പോഴേ നല്ലൊരു സാലറി, നല്ല പാക്കേജൊക്കെ, ചിലർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു കുറച്ച് ഡിലേയ്സ് ഉണ്ടാവും. ഇവിടെ എനിക്ക് നിങ്ങളുടെ കേസിൽ കുറച്ച് ഡിലേയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്, പക്ഷേ സ്റ്റേബിൾ ആയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ആവശ്യം സ്റ്റെബിലിറ്റിയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലും ആ ഒരു സ്റ്റെബിലിറ്റി പതുക്കെ കൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഡെസ്റ്റിനി, ഫേമസ്. നിങ്ങളിപ്പം ആസ് ഓഫ് നോ ഞാൻ അത്ര വലിയ ഫേമസ് അല്ല എന്നാണ് പറയുന്നതെങ്കിൽ, എനിക്ക് നിങ്ങളുടെ എനർജി വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ ഫേമസ് ആവും, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഭയങ്കര ലക്കി ആയിട്ടൊരാളായിട്ട് ആയിരിക്കും അവർ പറയുക. കാരണം ഡെസ്റ്റിനിയുടെ കാർഡാണ്, സ്റ്റാർ കാർഡാണ്. പലപ്പോഴും നമ്മൾ പറയില്ലേ, എന്നെ ലക്കൊന്നും തുണയ്ക്കില്ല എന്ന് പറയുന്ന ആൾക്കാരിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളെ എപ്പോഴും ലക്ക് വൈസ് നിങ്ങൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാ കാര്യത്തിലും ആ ഒരു ലക്ക് ഫാക്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, any further details, Spirit? Thank you, Spirit. ഫർദറായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ്? അങ്ങനെയാണെങ്കിൽ പോലും ചില സമയത്ത് നിങ്ങളുടെ മൈൻഡ് എനർജി സ്റ്റക്കായി പോകാറുണ്ട്. സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ പലരും കാണുമ്പോൾ കാർഡ്സ് കാണുമ്പോൾ വിചാരിക്കില്ലേ കാർഡിൻ്റെ മീനിങ് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇൻഡ്യൂട്ടീവിൽ ഫീൽ ചെയ്യുന്നതും കൂടെ നോക്കിയായിരിക്കും ഞാൻ പറയുന്നത്. കാർഡ്സിൻ്റെ മീനിങ് ഇങ്ങനെ അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നൊന്നും ചിന്തിക്കരുത്. യെസ്, പല സമയത്തും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാര്യമെങ്കിലും പലപ്പോഴും നിങ്ങൾ മനസ്സിൻ്റെ കെണിയിൽ പെട്ടുപോകാറുണ്ട്. ഈ കാർഡ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ല ഇൻ ദ സെൻസ് ഞാൻ ഷഫിൾ ചെയ്യുമ്പോഴത്തേനും ഈ കാർഡ് ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാർഡായിരിക്കണം, അല്ലെങ്കിൽ അതങ്ങനെ മാറിയിരിക്കില്ല. ഓൾ റൈറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സ്റ്റക്കായി പോകാറുണ്ട് ലൈഫിൽ സ്റ്റക്കായി പോകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഹീലേഴ്സാണ്. ഒന്നുകിൽ ഡോക്ടേഴ്സ്, നേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറപ്പിസ്റ്റ്, ടാരോ റീഡേഴ്സ്, അങ്ങനത്തെ എനർജീസും ഒക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓഫ് കോഴ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പലരെയും ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ഗൈഡൻസും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടെൻഷൻ, മാത്തിൻ്റെ അതേ കാർഡാണ് ജസ്റ്റിസ് കാർഡ്. ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ജസ്റ്റിസ് കാർഡും നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ലീബ്ര എനർജി, എനിക്ക് ഹൈലി ലീബ്ര എനർജി കിട്ടുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർട്സ് എന്നാൽ ജസ്റ്റിസ് കാർഡ് വെച്ചിട്ടെന്നാലും ബാക്കി മിക്കവാറും ഉള്ള കാർഡ്സിൽ എനിക്കെന്തോ ലീബ്ര എനർജി ഹൈറ്റൻഡ് ആയിട്ട് നിൽക്കുന്നു. പ്ലസ് ജമിനായി
അക്വയറിയസ് ഒക്കെ ഉണ്ട്, അറിയില്ല, നോക്കാം. എനിവേ അതുപോലെ തന്നെ ഇമോഷൻസ്, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഹാർഡ് വർക്കിംഗ് ആണ്, ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ അതിനുവേണ്ടി നിങ്ങൾ 200% ഇരുന്ന ടൈപ്പ് ആൾക്കാരാണ്. അതുപോലെ തന്നെ മറ്റുള്ള റെസ്പെക്റ്റ് ചെയ്യാനായിരുന്നാലും എല്ലാവരോടും ഒരു റെസ്പെക്റ്റ്. ഞാനിപ്പോൾ 10-10 കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 10-10 നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡെഫിനറ്റ്ലി വരും. ഓക്കെ, ഓൾ റൈറ്റ്. എനി ഫർദർ ഡീറ്റെയിൽസ് സ്പിരിറ്റ്, ഫർദർ ഡീറ്റെയിൽസ്? ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വാവ്, I am the angel of families. A happy change or addition is coming to your family. Happy changes or എന്നുവെച്ചാൽ നിങ്ങൾ, എനിക്കിവിടെ ഒരു ഹാപ്പി അഡീഷനേക്കാൾ കൂടുതൽ നിങ്ങൾ 11-11 നിങ്ങൾ വളരെ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരിടത്ത് പോയി ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫാമിലിയിൽ പാർട്ടായി മാറും. നിങ്ങളും അറിയില്ല, അവരും അറിയില്ല. അത്ര പെട്ടെന്നായിരിക്കും നിങ്ങൾ ആ മിംഗ്ലിങ്ങും നിങ്ങൾ ആ അടുക്കുന്നതും എല്ലാം. അങ്ങനെ അത്രയും ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ, ജെമിനിയുടെ എനർജി എനിക്കിവിടെ ഹൈലി കിട്ടുന്നുണ്ട്. സോഷ്യൽ ബട്ടർഫ്ലൈ എനർജിയാണ്. ഫോക്കസ് ചെയ്യുന്നില്ല, ഒന്നും തോന്നല്ലേ. കീപ് ചാർജിങ് എഹെഡ് ആൻഡ് ഡോണ്ട് ടേക്ക് നോ ഫോർ ആൻ ആൻസർ. എക്സ്പെക്ട് മെറാക്കുലസ് സൊല്യൂഷൻസ് ടു അപ്പിയർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സൊല്യൂഷൻ മേക്കേഴ്സ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾ സൊല്യൂഷൻ മേക്കേഴ്സ് ആണ്. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളതും. നിങ്ങളുടെ എന്തിനും നോ എന്നുള്ള ആൻസർ അല്ല, എല്ലാത്തിനും ആ ഒരു എന്താ പറയുക, സൊല്യൂഷൻസ് ആണ് നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത്. യു ആർ അറ്റ് ദ എൻഡ് ഓഫ് എ സൈക്കിൾ ഇൻ യുവർ ലൈഫ്. കോൾ അപ്പോൺ യുവർ ഏഞ്ചൽസ് ടു കംഫർട്ട് യു ആൻഡ് ടു ഗൈഡ് യു ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഹാപ്പിനെസ് അവെയ്റ്റ്സ് യു. എപ്പോഴും ഒരു ഹാപ്പി എനർജി. സോറി ഗൈസ്, ഞാൻ ഇതിൻ്റെ അതേ മീനിങ് അല്ല പറയുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജിയാണ് ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ചേഞ്ചസിനെയൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ആൾക്കാരായിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക, എപ്പോഴും നമ്മൾ പറയില്ലേ, എന്ത് വന്നിരുന്നാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഫൈനൽ കാർഡ് എന്താണ്? സ്പിരിറ്റ്, യു ഡിസേർവ് ദ ബെസ്റ്റ്. റീച്ച് ഫോർ ദ സ്റ്റാർസ് വിത്ത് യുവർ ഡ്രീംസ് ആൻഡ് ഡിസൈർസ് ആൻഡ് ഡോണ്ട് കോംപ്രമൈസ്. അല്ലെങ്കിലും നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരുമല്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടേതായ റീസൺ ഉണ്ട്, നിങ്ങളുടേതായ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന എനർജീസ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ഒരുപാട് സന്തോഷം. ഒരുപാട് നമ്മളൊരു 500 പേരുള്ളൊരു ഫാമിലിയായി മാറിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. വന്ന് കണക്റ്റ് ആയാൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നോക്കാം പൈൽ 2-ന് വേണ്ടിയിട്ടുള്ള എന്താണ് വരുന്നതെന്ന്. സൂപ്പർ. ഓക്കെ, ബ്രിഡ്ജറ്റ്, ഡോണ്ട് ബാക്ക് ഡൗൺ. സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് യു ബിലീവ് ഇസ് റൈറ്റ്. എന്നുവെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾ തടയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളൊരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ജോബിൽ എത്തണം എന്ന് വിചാരിച്ചു, ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാൻ വിചാരിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷനിൽ നിങ്ങൾ ഇനി ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനകത്ത് മാറില്ല. ആ ഡിസിഷനിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കും. അതിന് വേണ്ടുന്ന രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കി അതനുസരിച്ച് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കിട്ടുന്ന മെയിൻ തീം, അല്ലെങ്കിൽ മെയിൻ എനർജി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ് വരുന്നതെന്ന്.
ഓക്കെ സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. പൈൽ 2, ആരെങ്കിലും പൈൽ 2നെ കുറിച്ച് റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ Wheel of Fortune, 6 of Pentacles, 2 of Swords. ഞാൻ ഈ റിവേഴ്സിൽ വായിക്കുന്ന ആളല്ല കേട്ടോ. കാരണം എനിക്കൊരു കോൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നെഗറ്റീവ് കാർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഈ ടാരോ ഡെക്കിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നെഗറ്റീവ് വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വന്നോളും. അതിനെന്ത് റിവേഴ്സിൽ വായിക്കണം നിർബന്ധമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റുകാരാണ് ഞാൻ. എനിവേ, ഞാൻ കാർഡ്സെല്ലാം എടുത്തിട്ട് പറയാവേ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് വൈസ് പറയുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, 6 ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് സോർട്സിൻ്റെ കാർഡാണ്. ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിസിഷൻ എടുക്കാൻ. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 2 ഓപ്ഷൻസ് അങ്ങനെ തന്നുപോയാൽ തീർന്ന്, പിന്നെ നോക്കണ്ട. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എന്തെടുക്കണം, ഇതെടുക്കണോ അതെടുക്കണോ എന്നതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ, അതായത് പൈസ ആണെങ്കിലും ആഹാരമായിരുന്നാലും ആരെങ്കിലും കാണുകയാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഷെയർ ചെയ്യുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയറിങ് കെയറിങ്ങിൻ്റെ നേച്ചർ കൊണ്ടുവരുന്ന നിങ്ങളുടെ പല കാര്യങ്ങളും ഇപ്പം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈശ്വര നടക്കില്ല എന്ന്, ഇപ്പം നോക്കണ്ട, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യൂവിൽ പോയി നിൽക്കും. നമുക്കൊരു സമയത്തിന് വേറൊരു സ്ഥലത്ത് എത്തണമായിരിക്കും, പക്ഷേ ആ ക്യൂവിൽ നിൽക്കുമ്പം വേണ്ട ഇതിനൊക്കെ പോകണേ നല്ലതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും റാൻഡമായിട്ട് വന്നിട്ട് അടുത്തത് നിങ്ങളാണോ, നിങ്ങളുടെ എന്താണ് വെയിറ്റിംഗ് കാർഡ് എനിക്ക് തരുമോ, എൻ്റെ വെയിറ്റിംഗ് കാർഡ് വെച്ചോ, എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് അപ്രോച്ച് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും. അത് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. ഓട്ടോമാറ്റിക്കലി ഹെൽപ്സ് വന്ന് ചേരുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഹൈലി കണക്റ്റഡ് ടു യുവർ ആൻസസ്റ്റേഴ്സാണ്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ പറയും, എൻ്റെ അപ്പൂപ്പനെ പോലെ അല്ലെ, എൻ്റെ അപ്പൂപ്പൻ്റെ സ്വഭാവമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പനെ പോലെയാണ് നിങ്ങൾ. അങ്ങനെയൊക്കെ നമ്മുടെ പൂർവികരുമായിട്ട് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പൂർവികരുമായിട്ട് ഹൈലി കണക്റ്റഡ് ആണ്. പിന്നെ എനിക്കറിയില്ല, നിങ്ങളിൽ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആൾക്കാരാണ്. എനിക്കിവിടെ കാക്ക ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നു. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരുപാട് ട്രാവൽ ചെയ്യുക, എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് നോക്കിയിരിക്കുന്ന ഒരു ആൾക്കാരായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. നോക്കാം വേറെ എന്തൊക്കെയായിരിക്കും സ്പിരിറ്റെ പറയുക. ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ കാർഡല്ലേ നേരത്തെ പൊങ്ങിയത്, അല്ല സ്പിരിറ്റെ വേറെ എന്തൊക്കെയായിരിക്കും ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പൈൽ 2നെ കുറിച്ച് റീഡ് ചെയ്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ച എന്തൊക്കെയായിരിക്കും പറയുക. Wow, 8 of Swords again. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അല്ലേ ഷഫിൾ ചെയ്തത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫയൽ 1 ഇനിയിപ്പോൾ ഇവരെന്ത് ചെയ്യാൻ പറയാൻ പോകുന്നു, ഇവരെന്ത് പറയാൻ പോകുന്നു എന്നൊരു തോട്ടിൽ വന്ന ആൾക്കാരാണ്. എന്നാൽ നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ അടുത്ത് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 8 of Swords, 3 of Swords, 2 of Cups, സ്ട്രെങ്ത് കാർഡ് ആൻഡ് 6 of Cupsൻ്റെ കാർഡാണ്. സോ അടുത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് 8 of Swords സ്റ്റക്ക് എനർജി. അതായത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ വല്ലാണ്ട് സ്റ്റക്കായി പോകാറുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് പല സമയത്തും നമ്മൾ പറയില്ലേ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പാറ്റേൺ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നിനെക്കുറിച്ച് ആലോചിക്കും, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആലോചിച്ച് അതൊരു വലിയൊരു സൈക്കിൾ പോലെ ആക്കിയെടുക്കും. അത് നിങ്ങളുടെ കൺഫർമേഷനാണ്. ഒരു സെക്കൻഡ്, സോറി ഗൈസ്, എൻ്റെ ചാർജറിന് പ്ലീസ് ബെയർ വിത്ത് മൈ ചാർജർ. ഓൾ റൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല. പിന്നെ
എന്താ പറയുക, നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി പോവും. അതുമാത്രമല്ല സ്റ്റക്നെസ്സും അതെല്ലാം നിങ്ങളുടെ പാർട്ട് ഓഫ് യുവർ ലൈഫാണ്. അത് മാത്രമല്ല എന്താ പറയുക, പലപ്പോഴും ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓക്കെ ഉണ്ടാവും. പക്ഷേ പിന്നെ കുറച്ച് മൂവിങ് ഫോർവേഡ് കുറച്ചുകൂടി നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇത്രയും തിങ്ക് ചെയ്യുന്നത്, എൻ്റെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ എളുപ്പം എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ അതിൽ അതായത് പിന്നീട് അതായത് ഒരുപാട് തിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു ഇതുകൂടെയുണ്ട്. പ്ലസ് നിങ്ങളുടെ ഭയങ്കര ചൈൽഡ് ലൈക്ക് എനർജി ആയിരിക്കും. എന്നുവെച്ചാൽ ഭയങ്കര ചൈൽഡിഷ് നമ്മൾ പറയില്ലേ, ചിലർ ഭയങ്കര ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും നിങ്ങളുടേതായിട്ട് സ്പേസും ക്രിയേറ്റ് ചെയ്യും, നിങ്ങളുടേതായിട്ട് ഹാപ്പിനെസ്സും അവിടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരാണ്. അതുമാത്രമല്ല എല്ലാ ഇമോഷൻസും നിങ്ങൾ പറയും, ചില ആൾക്കാർ പറയില്ലേ, അവരൊരു തുറന്ന പുസ്തകമാണ്, അവരെവിടെ പോയാലും അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ ഒരു ടൈപ്പ് ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്നും ഉള്ളിലിരിക്കില്ല. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് സത്യമായിട്ടുള്ള കാര്യമായിരുന്നാലും എന്തായിരുന്നാലും മനസ്സിൽ തോന്നുന്ന ഒന്നും വെച്ചിരിക്കില്ല. ഭയങ്കര ശുദ്ധമാണെന്ന് പറയുന്ന പോലെ ആൾക്കാരാണ്. പിന്നെ എനിക്കറിയില്ല, ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ലൈഫിൽ ടഫ് പീരീഡിൽ കൂടെയും ഒരുപാട് ടഫ് സിറ്റുവേഷനിൽ കൂടെയും കടന്നുപോയ ആൾക്കാരാണെന്നാണ് എനിക്ക് ഈ കാർഡ്സ് വൈസ് കിട്ടുന്നത്. ആ ടഫ് സിറ്റുവേഷനിലും സൈക്കിളിൽ കൂടെ പോയി ഒരുപാട് ലൈഫിൽ ലെസൺസ് ലേൺ ചെയ്ത ആൾക്കാരുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇത് തന്നെ ആയിരിക്കണം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ റീഡിങ് എടുത്താൽ കിട്ടുക എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഓൺ ക്യാമറ ഷഫിൾ ചെയ്യുമ്പം അതേ കാർഡ്സിൽ വരുമ്പം എനിക്കറിയില്ല, മേ ബി എൻ്റെ ഷഫിളിംഗ് ആണോ അതോ ഡിവൈൻ അത് തന്നെയാണോ ആഗ്രഹിക്കുന്നത്, അതോ പൈൽ 1 ആൾക്കാർ പൈൽ 2 കൂടെ ഒന്ന് കണ്ടു കളയാം, എന്താണ് അതിനകത്ത് വരുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് അറിയില്ല. ഓൾറൈറ്റ്, ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് യെസ്, ദ ടൈമിംഗ് ഈസ് റൈറ്റ് ഫോർ ദിസ് ന്യൂ വെഞ്ചർ. എ ഹാപ്പി ഔട്ട്കം ഫോളോസ് യുവർ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ. അതായത് നിങ്ങളുടെ ഒരു മെയിൻ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ് ഒന്നിലും കുറിച്ചും. ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ എല്ലാം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വളരെ പോസിറ്റീവാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് കാണാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ നെഗറ്റീവ് സൈഡോ നെഗറ്റീവ് എനർജി അറിയാനോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരല്ല. യു ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ഹാം. ദ വേഴ്സ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യു. ഐ ആസ്ക് യു ടു റിലാക്സ് ആൻഡ് ഫീൽ സേഫ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എനർജിയിൽ എനിക്ക് ഒരുപാട് ആൻസിസ്റ്റേഴ്സ് എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ഡെഫിനറ്റ്ലി കഴിഞ്ഞ പൈൽ 1 ആൾക്കാരിലും പലർക്കും എനിക്ക് ഈ എനർജി കിട്ടിയാണ്. എംപാത്സ് ടാരോ റീഡേഴ്സ് ആസ്ട്രോളജേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത്. ഇതൊരു രണ്ടാമത്തെ ഒരു കൺഫർമേഷനായിട്ട് അവർ പറയും. നെക്സ്റ്റ്, ടേക്ക് ആക്ഷൻ. യു ആർ ഇൻ ടച്ച് വിത്ത് യുവർ ട്രൂത്ത് ഇൻ ദ സിറ്റുവേഷൻ ആൻഡ് യു നീഡ് ടു ട്രസ്റ്റ് യുവർ ഗട്ട് ആൻഡ് ലവിങ്ലി അസർട്ട് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നിങ്ങളത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, പൈൽ 2. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം റെസണേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു 500+ ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 3, വെൽക്കം ടു റീഡിംഗ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതെന്ന്. ഫസ്റ്റ്, കമ്പാഷൻ. Release judgment about yourself and others and focus on the love and light that is within you. യെസ്, ഓഫ് കോഴ്സ് നിങ്ങളത് അങ്ങനത്തെ ആൾക്കാരാണ്. മറ്റുള്ളവരെല്ലാവരും സ്നേഹിക്കുക, എല്ലാവരും എന്താ പറയുക, എല്ലാവരും എന്താ പറയുക ഡിവൈൻ ആണെന്നും അവരെല്ലാവരും സ്നേഹിക്കണമെന്നും നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് വരാം എന്നുള്ളതും എല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരാളാണ്. വൗ, ഗ്രേറ്റ് എനർജി. നിങ്ങൾ ഡെഫിനറ്റ്ലി മെജോറിറ്റി ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല സ്പിരിച്വൽ ജേർണിയിലുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ കണക്റ്റ് ആയിരിക്കുന്നത്. അതിലെനിക്ക് ഡൗട്ടൊന്നുമില്ല. ഓൾറൈറ്റ്, നമുക്ക്
എന്താണ് ഇവർ അതർ വേറെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇവരെക്കുറിച്ച് പൈൽ 3യെക്കുറിച്ച് പറയുക. സ്പിരിറ്റ് എന്തൊക്കെയായിരിക്കും വേറെ പൈൽ 3യെക്കുറിച്ച് ഒരു ടാരോ റീഡർ എന്തൊക്കെയായിരിക്കും പറയുക. ഡെസ്റ്റിനി കാർഡ്, സ്റ്റാർ കാർഡ്. ഒരു ഗ്രൂപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ വളരെ ഫേമസ് ആണ്. ഫേമസ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ പാസ് ചെയ്ത് പോയാലും നമ്മൾ പറയില്ലേ, ആ കൊച്ചു എന്തൊക്കെ കാര്യങ്ങളിലൂടെ പാസ് ചെയ്ത് പോയി, എന്നിട്ടും ഇപ്പോഴും അത് അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് നിൽക്കണില്ലേ എന്ന് പറയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. വാ നോക്കാം. 10 of Pentacles, 5 of Swords, the Moon card, and 10 of Cups. Great. സോ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സ് എല്ലാം ഓൺ പോയിൻ്റാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും എല്ലാം അറിയാം. നമ്മൾ പറയില്ലേ, എല്ലാ ഡിവൈൻ കണക്ഷനെ കുറിച്ചും അറിയാം. 10 നമ്പറുണ്ട് നിങ്ങളുടെ ലൈഫിൽ. 10 നമ്പർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. പൈൽ 1ഉം പൈൽ 3 ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പൈൽ 1ഉം കൂടെ കാണുക. അതിനകത്ത് 10 നമ്പർ നിങ്ങളുടെ റീഡിങ്ങിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ കാർഡ്സിലും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഹാപ്പി ഫാമിലി, നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫ്രണ്ട്സും എല്ലാം ഉണ്ടെങ്കിലും കൂടുതലും നമ്മൾ ഫാമിലി ലൈഫ്, അതുപോലെ തന്നെ ഫാമിലിയുള്ള ആൾക്കാർ, എൻ്റെ ഫാമിലി എന്നുള്ളൊരു എപ്പോഴുള്ളൊരു ഫീലുള്ള ആൾക്കാരായിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പറയില്ലേ, ഭയങ്കരമായിട്ട് ഹാപ്പിയാവും, അത്രയും തന്നെ സാഡാവുന്ന ഒരു ടൈപ്പ് എനർജി ഉണ്ട്. പിന്നെ മനസ്സ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. പൈൽ 3 ആണ് സ്പിരിറ്റ്. പൈൽ 3നെ കുറിച്ച് ഏതെങ്കിലും ഒരു ടാരോ റീഡർ എന്ത് പറയും? സ്ട്രഗിളിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ കംപ്ലീഷൻ, അതായത് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻസ് അതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങളുടെ. Thank you, Spirit. Thank you very much. The Emperor. Oh. Okay. 7 of Wands. 3 of Pentacles. വല്ലാണ്ട് ചാടി നിൽക്കുന്നത്, എനിക്ക് വരണം. 5 of Swords. 5 of Swords 2 തവണ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മൈൻഡിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സ് നമ്മളിട്ടൊന്ന് കുഴപ്പിച്ച് വിടും. ആ കുഴപ്പിക്കൽ നിങ്ങളുടെ കേസിലും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി എപ്പോഴും നിങ്ങളെ ആര് കണ്ടാലും പറയും, നിങ്ങളെപ്പോഴും ഹാപ്പിയാണല്ലോ എന്നുള്ളതായിരിക്കും ആദ്യം പറയുന്ന ഡയലോഗ്. ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മറ്റുള്ളവരടുത്ത് സഹകരിക്കാനായിരുന്നാലും മറ്റുള്ളവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യാനായിരുന്നാലും നിങ്ങളെപ്പോഴും എല്ലാവരും ഓപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നോ പറയാൻ നിങ്ങൾ മിടുക്കരാണ്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. അല്ലാണ്ട് പറ്റില്ലെങ്കിലും ഓക്കെ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന ടൈപ്പ് ആൾക്കാരല്ല. പറയേണ്ടത് പറയും. കൃത്യമായിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. എങ്ങനെ ഓരോ കാര്യങ്ങൾ ലീഡ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് വിഷനുള്ള ആൾക്കാരാണ്. ലൈഫിൽ എല്ലാത്തിനെക്കുറിച്ചും വിഷനുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല, നമ്മൾ പറയില്ലേ, എന്തിനും സൊല്യൂഷനുണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങളൊരിക്കലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആദ്യം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായോ ഇനി എന്ത് ചെയ്യും ആറ്റിറ്റ്യൂഡില്ല, നമുക്കത് പരിഹരിക്കാം, എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണ്. സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രഗിൾസ് ഇപ്പോഴും പലപ്പോഴും സ്ട്രഗിൾസ് ഉണ്ടാകും. പക്ഷേ ആ സ്ട്രഗിളെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്ന ടൈപ്പ് ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. നല്ല എനർജി മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലും ഡിസീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ചുറ്റിനും കുറച്ച് കൂടുതലാണ്. നമ്മൾ പറയില്ലേ, നമ്മളെ പറ്റിച്ച് 29 കണ്ട് വിച്ച് കംസ് ടു 11 പറ്റിക്കുന്ന ആൾക്കാർ പലരും ചുറ്റിനുണ്ട് കേട്ടോ.
victory. Your desire is coming to fruition. Keep up the good work. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന മാത്രമല്ല, അതിന് വേണ്ടുന്ന നിങ്ങളെക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലാക്കി നിങ്ങളത് ചെയ്യും. യു ആർ എ സ്പിരിച്വൽ ടീച്ചർ. യു ഹാവ് ദ എബിലിറ്റി ടു കൗൺസിൽ അതേഴ്സ്. ഫോക്കസ് ചെയ്യാത്തത് for others and help them awaken their spiritual gift and divine mission. Definitely ഇതിൽ ഹീലേഴ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ഹീലേഴ്സ് ഉണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് അല്ല. വെൻ യു ടേക്ക് എക്സലൻറ്റ് care of yourself, everybody benefits. Give yourself a relaxing treat today, such as massage, sea salt bath or pedicure. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ബ്യൂട്ടീനെ കുറിച്ചും അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആണ് കുറച്ച്. നിങ്ങളുടെ ചക്രാസിൽ നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ്സ് കിട്ടാറുണ്ട്. ഡെഫിനറ്റ്ലി ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വൽ ടീച്ചറാണെന്ന്. ഓഫ് കോഴ്സ് എനിക്ക് അതിനകത്ത് ഡൗട്ടൊന്നുമില്ല ഈ കാർഡ്സ് തന്ന സ്ഥിതിക്ക്. സ്പിരിച്വൽ ടീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് വന്നതിലും കണക്ട് ചെയ്തതിലും. ഓൾ റൈറ്റ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാർഡ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ എനർജിയും അതുപോലെ തന്നെ. നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ്, ഡിവൈൻലി കണക്റ്റഡ് ആണ്. കമ്പാഷൻ, നിങ്ങൾക്കറിയാം എല്ലായിടത്തും സ്നേഹത്തോടെയും ദയവോടും കൂടി വേണം പെരുമാറാനും. അവരുടെ ലൈഫിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മളെ കൂടെ നിർത്താനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. നമ്മൾ പറയില്ലേ, എന്തിനും ഏതിനും സൊല്യൂഷൻ തോ അവളുടെ അടുത്ത് പോയാൽ മതി, അങ്ങനെ ടൈപ്പുള്ള ആൾക്കാരാണ്. All right, thank you so much Pile 3 for connecting. നമ്മളിപ്പോൾ 500+ മെമ്പേഴ്സുള്ളൊരു ഫാമിലിയാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ഗൈഡൻസ് ഗുണമുണ്ടാവും തോന്നിയാൽ പ്ലീസ് feel free to share. All right, thank you so much for connecting. Lots of love and light. Take care. Bye.